ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികൾക്കും കനത്ത തിരിച്ചടിയാണുണ്ടായത്. മത്സരിച്ച 33 സീറ്റുകളിൽ ഏതാനും സീറ്റുകളിൽ മാത്രമാണ് ഇടതു പാർട്ടികൾക്ക് മുന്നേറാൻ കഴിഞ്ഞത്. 2020 തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി ശ്രദ്ധേയമായ വിജയം നേടിയതിനു ശേഷം ഇപ്പോഴത്തെ തിരിച്ചടി ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച ഇടതുപക്ഷം കാഴ്ചവെച്ചത് മികച്ച പ്രകടനം. മൊത്തം മത്സരിച്ച സീറ്റുകളിൽ 29 സീറ്റുകളിൽ 16 ജയിച്ചു. 55% അന്നത്തെ സ്ട്രൈക്ക് റേറ്റ്. CPIML ലിബറേഷൻ ആകെയുള്ള 19 സീറ്റുകളിൽ 12 വിജയിച്ച അന്ന് ശ്രദ്ധേയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ വിജയം മഹാസഖ്യത്തിന് 110 സീറ്റുകൾ നേടുന്നതിലും നിർണായകമായിരുന്നു. എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് കനത്ത തിരിച്ചടി. ജാതി രാഷ്ട്രീയത്തിന്റെ സ്വാധീനവും NDAയുടെ ശക്തമായ പ്രകടനവും മറ്റ് പ്രാദേശിക പാർട്ടികളുമായുള്ള സീറ്റ് വിഭജനത്തിലെ പ്രശ്നങ്ങളുമെല്ലാം 2020 പ്രകടനം ആവർത്തിക്കുന്നതിൽ നിന്ന് ഇടതുപക്ഷത്തെ തടഞ്ഞതായാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അന്ന് CPIMും CPIയും 2 വീതം സീറ്റുകളിലും ജയിച്ചു. എന്നാൽ ഇത്തവണ ഇടതു പാർട്ടികൾ 33 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഏതാനും സീറ്റുകളിൽ മാത്രമേ മുന്നേറാനായുള്ളൂ. സീറ്റ് വിഭജനത്തിലുണ്ടായ തർക്കങ്ങളും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളും കോൺഗ്രസും RJDയും അവകാശപ്പെട്ടതുമാണ് ഇടതിന്റെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചത്. ചിലയിടങ്ങളിൽ RJD സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരെ സൗഹൃദ മത്സരത്തിനിറങ്ങിയതും വിനയായി. ഇടതുപക്ഷം കർഷകരുടെയും തൊഴിലാളികളുടെയും വർഗപരമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയപ്പോൾ മറ്റു കക്ഷികൾ ജാതീയമായി അണിനിരത്തി വോട്ട് നേടുന്നതിലും വിജയിച്ചു. ഇതിനു പുറമെ സാമ്പത്തിക പ്രശ്നങ്ങളും പ്രചാരണക്കുറവും ഇടതിന് ദോഷമായി മാറിയെന്നും വിലയിരുത്തലുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.